കുതിരമാളികയിലോട്ട് പോവാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ ടീം കണ്ടു, എന്നെ ഇവ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും ഒന്നുമില്ലാതെ നമ്മൾ തന്നെയാണ് റെഡിയാക്കുക. ഓക്കെ, സ്വന്തമായിട്ട് ഇത് ഓണത്തിന്റെ ഷൂട്ടിന് വേണ്ടി നമ്മൾ റെഡിയാവണം. കേട്ടെ, മുടി കെട്ടാനുള്ള ശ്രമത്തില. അപ്പൊ നോക്കട്ടെ എങ്ങനെ വരുന്നത്. ഒരു ലോ ബണ്ണാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കെട്ടണം, ഇങ്ങനെ കെട്ടാം, ഇങ്ങനെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഫ്ലഫി ആക്കി സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ ഓക്കെ. വയസ്സായില്ലേ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ശരീരം ഒന്നും വഴങ്ങുന്നില്ല. അപ്പൊ ഇവരെന്നെ സഹായിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞില്ല, ഞാൻ വിളിച്ചു നിർത്തിയതാണ്. പക്ഷെ ഇവര് സഹായിക്കാന്ന് പറഞ്ഞു. ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, അത് നമുക്കിങ്ങനെ സൈഡിലോട്ട് വെച്ചിട്ടേ പിൻ ചെയ്യാം. പിൻ ചെയ്യണ്ട, മറ്റേ എന്റെ ബാൻഡ് തന്നെ എടുത്താൽ മതി. മുടി ഇതാക്കുമ്പോഴേ ചുറ്റിന് പൂ വെക്കുമ്പോ പിന്നെ അറിയത്തില്ല. ഓക്കെ ഇല്ലേ, ഓക്കെ ഇരുന്ന്. ഓക്കെ, ഇനി പൂ ചുറ്റിക്കോ. ഇത് നമ്മളൊരു സ്പെഷ്യൽ സാരി, അതായത് നമ്മുടെ ഓണം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു പ്യുവർ മൾട്ടിഷ്യൂ സാരി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒത്തിരി പ്രീ ബുക്കിംഗ്സ് ഉണ്ട്. അപ്പൊ അത് കൂടാതെ തന്നെ ഞാൻ വീവ് ചെയ്യാൻ കൊടുത്ത ഒരു സാരി, അത് കുറച്ച് ദിവസത്തിന് മുന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്നിട്ട് അതിന്റെ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. സിമ്പിൾ ആയിട്ട്, ഹാൻഡ് എംബ്രോയിഡറി ഒന്നുമില്ല. അപ്പൊ ഏതായാലും കുറച്ചും കൂടി ഈ ചൂടത്തും ഒക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. സാരി ലവേഴ്സ് ഒരുപാട് പേരുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൾട്ടി-ഇഷ്യൂ സാരി ഒരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഓണത്തിന് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അത് കൂടാതെ തന്നെ നമ്മളൊരു കിട്ടിലൻ സാരി വീവ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇറക്കിയതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ. അത് നമ്മൾ ലിനനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് ലിനൻ പ്രേമികളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് കാരണം ലിനനിൽ തന്നെ ഓണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പൊ ആ ലിനൻ സാരിയുടെ വീവ് ചെയ്ത് എത്തി. അതിനുശേഷം അതിന്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തു, അതിന്റെ കൗണ്ട് എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മളത് ഓക്കെ ആക്കിയത്. അപ്പോ അതെല്ലാം ഓക്കെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഡിസിഷൻ എടുത്തു. എന്നിട്ട് അതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു. ഒരു പാറ്റേൺ ബ്ലൗസ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഹൈ നെക്ക് കുറെ കൂടെ ഫാഷനബിൾ ആവുന്നില്ലേ? ഇപ്പോ എന്താ, ഹൈ നെക്ക് ബ്ലൗസ് നേരത്തെ ഉണ്ട്, പക്ഷെ നമ്മള് ഈ ഒരു ഓണത്തിന്റെ കൂടെ കുറച്ച് ഹൈ നെക്സ് പ്രൊമോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് എപ്പോഴും ഇഷ്ടം ഹൈ നെക്ക് ബ്ലൗസസ് ഇടാനാണ് കൂടുതലും. ഹൈ നെക്ക്, എൽബോ സ്ലീവ്, വിത്ത് എൽബോ സ്ലീവ്, ഫുൾ സ്ലീവ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഹൈ നെക്കിലാണ് ഈ ഒരു ബ്ലൗസ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞു. ഓക്കെ, സെറ്റ്. ഇവിടെ കാണിച്ചു കൊടുക്കട്ടെ. താങ്ക് യു. രക്ഷപ്പെട്ടു. സെറ്റായി ഗൈസ്, സെറ്റായി. യെസ്, അപ്പം അത് സെറ്റായി. 3 മുഴം പൂവാണ് ഞാൻ മേടിച്ചത്. അത് എല്ലാം ഓക്കെ ആയി. താങ്ക് യു. അപ്പൊ ഇവരുടെ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായി. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഉള്ളിലോട്ട് പോയാലോ? ഫുഡ് എടുത്തോളൂ, എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. അങ്ങനെ റെഡിയായതിനു ശേഷം നമ്മളിപ്പോ കുതിരമാളികയിലോട്ട് പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം കേട്ടോ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് പോകാം. സോറി, ഭയങ്കര വെയിൽ, പുറത്ത് ഭയങ്കര ചൂടും. അപ്പൊ അത് കാരണം ഫാനും സൺഗ്ലാസും എല്ലാം കൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. സെറ്റ് ആഫിലിന്റെ മോൾക്ക് എന്തോ മേടിച്ചപ്പോ ഫ്രീ കിട്ടിയ. ലെറ്റ്സ് ഗോ. ഞങ്ങളൊരു ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്, തൊട്ടപ്പുറത്തല്ലേ. പിന്നെ നടക്കാന്ന് വെച്ചാൽ ഈ രാമചന്ദ്രന്റെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അത് കാരണം ഒരു ഓട്ടോയിൽ പോകാന്ന് വെച്ചു. ഭയങ്കര ചൂടാണ്. വണ്ടി വിട്
ഹായ്, അങ്ങനെ നമ്മൾ കുതിരമാളികയിലെത്തി, പാലസിലെത്തി. അപ്പോൾ എന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ടോ. എനിക്കിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എങ്ങനെ വരും എന്ന് പോലും എനിക്കറിയില്ല. ഇതിപ്പോൾ ഈ പിള്ളേരുടെ ഐഡിയ ആണ് കുതിരമാളികയിൽ വന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു റിസോർട്ട് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്നെടുക്കാം, നല്ല ആംബിയൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട്. നമ്മളിവിടെ പണ്ട് ഇഷ്ടംപോലെ വരുമായിരുന്നല്ലോ കുഞ്ഞിലേ, പിന്നെ അതിനുശേഷം ഒന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ വരാറില്ല. വല്ലപ്പോഴും ഈ ഭജനപ്പുറ പാലസിലൊക്കെ വരുമ്പോൾ, ഭജനപ്പുറ പാലസിൽ എൻഗേജ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ കാണുമ്പോൾ വേറെ ഒന്നുമില്ല, ഇത് വരാറില്ല. പക്ഷെ ഇപ്പം നോക്കാം, എന്തായാലും സാരി വീഡിയോസ് എടുത്ത് നോക്കാം അല്ലേ, എങ്ങനെ വരും അറിയില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കട്ടെ, ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടട്ടെ. അപ്പോ ഞാൻ ചാടിയിട്ടാണോ ക്യാമറ ചാടുന്നത്, ക്യാമറ ചാടിയിട്ടാണോ? ഇതല്ലോ ഇടയ്ക്ക് ഇത് ബാറ്ററി തീർക്കും ഇതിന്റെ. ഇങ്ങനെ നോക്കാം, മണ്ണം തോന്നിക്കാതല്ലോ. എന്റെ മുന്താനെ ഓടാനോ? ഞാൻ ഓടിയ കൊള്ളൂലായിരിക്കും. വെറുതെ നടന്നാണ്, ഓടണോ? ഓടണേ ഓടിക്കും. അത്ര അങ്ങ് പോകണ്ട, പിറകി പോകണ്ട, കുറച്ച് കണ്ടിട്ട് വന്നു. വെയിലും ഇങ്ങനെ മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇന്റർവെട്ടർ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ ചെയ്യാം. ഓക്കെ നടന്നു. അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു പഴയ ഒരു സർബത്ത് കട ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഈസ്റ്റ് ഫുഡ് ജംഗ്ഷൻ, ആ വെള്ളക്കോട്ടയുടെ അവിടെ ആയിട്ട്. അപ്പോൾ അവിടെ പണ്ട് കിട്ടുന്ന ഒരു ശർബത്ത് ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പണ്ട്. ഇപ്പോൾ എൻ്റെ ഓർമ്മയിലെന്ന് വെച്ചാൽ, ഇപ്പം ഞാനും അച്ഛനും ഒക്കെ ബസ്സിലൊക്കെ പോയിട്ട് തിരിച്ച് ഈസ്റ്റ് ഫുഡ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അച്ഛൻ ആദ്യം ചോദിക്കും ഓട്ടോയിൽ വീട്ടിൽ പോകണോ അതോ ശർബത്ത് കുടിച്ചിട്ട് നടന്നു പോകണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അച്ഛനോട് ശർബത്ത് കുടിച്ചിട്ട് നടന്നു പോകാം, കാരണം ആ ശർബത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ എത്തി നമ്മൾ ശർബത്ത് കുടിച്ചു. പക്ഷെ അത് പണ്ടത്തെ ശർബത്തല്ല, അവരതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് ഇപ്പോഴത്തെ ഒരു ന്യൂ ജെൻ ശർബത്ത് ഉണ്ടല്ലോ, അതാണ് കേട്ടോ കിട്ടിയത്. പക്ഷെ എന്നാലും വളരെയധികം ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ശർബത്തും കൂടെ കുടിച്ചിട്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ തിരിച്ച് ഷോപ്പിലെത്തിയതിന് ശേഷം ഈ സാരീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ എടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്, പ്യുവർ ലിനൻ സാരിയാണ്. അപ്പോൾ ഈ സാരി പ്രീ ബുക്കിങ്ങിന് ഓപ്പൺ ആണ്. ഓണത്തിന് മുമ്പ് നിങ്ങൾക്ക് സാരി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ എല്ലാവരും മൽ കോട്ടൺ ഇപ്പം ഞാനും മൽ ടിഷ്യൂ ഇറക്കിയിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട്, മൽ കോട്ടൺ സാരീസും ഇറക്കിയിട്ടുണ്ട്. അത് വേണം എന്നുള്ളവർക്ക് മൽ കോട്ടൺ മേടിക്കാം. മൽ ടിഷ്യൂ നമ്മൾ പ്രീ ബുക്കിംഗ് എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്, ഒരുപാട് പ്രീ ബുക്കിംഗ് അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീവാണ്, പ്യുവർ മൽ ടിഷ്യൂ സാരിയാണ് കേട്ടോ. അപ്പോൾ അതിന് പ്രീ ഓർഡേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ലിനൻ സാരി ഇപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, കുറച്ച് പ്രീമിയം ഡ്രേപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ലിനൻ സാരിയും അവൈലബിൾ ആണ്. അപ്പോൾ ലിനൻ സാരിയും നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം, ഓണം ലിനൻ സാരി നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. അതിൻ്റെ വാട്സാപ്പ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് ഡയറക്റ്റ് പോയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.
നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നല്ല എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണല്ലോ. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.